ഇനി നമുക്ക് ചെന്നൈ തന്നെയുള്ള ഒരു അടിപൊളി സൺസെറ്റ് കാണാൻ പോയാലോ. യാത്ര പിന്നെ എന്നത്തെയും പോലെ തന്നെ മെട്രോ തന്നെയായി. എനിക്ക് ഈ സൺസെറ്റ് കാണാൻ പോകുമ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്ന കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ഇനി ആടെ പോയിട്ട് താറ്റെ കാണാൻ പറ്റിക്കില്ലെങ്കിലോ, തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന് പറയാനോട്ട് ഞാനിപ്പോൾ തൊടുന്ന മൊത്തം അബദ്ധമായി പോകുന്നുണ്ട് കേട്ടാ. കാരണം ഞാൻ ഇറങ്ങേണ്ട മെട്രോ സ്റ്റേഷനും കഴിഞ്ഞ് 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്ത് പറയാൻ, ഇല്ല തന്നെ സൂര്യൻ താണ് പോകുന്നുണ്ട്. ഞാനാണ് ലേറ്റായി പോകുന്നുണ്ട്. എങ്ങനെയല്ലോ തലകുത്തി പറഞ്ഞാൽ ഞാൻ പിന്നെ ആ സ്റ്റേഷനിലെത്തി ഒരു ഊബറിനെ വിളിച്ച് നേരെ വിട്ട ഡെസ്റ്റിനേഷനിലേക്ക്. സംഭവം ഇതൊരു ചർച്ച ആണെങ്കിലും ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉള്ളതുകൊണ്ട് അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് സൂര്യൻ്റെ പാട്ടിന് നോക്കി. ആടെ പക്ഷേങ്കിൽ വേറൊരു അടിപൊളി മ്യൂസിയം അല്ല ഉണ്ടല്ലോ. മ്യൂസിയത്തിൽ കയറിയപ്പോൾ ആടെയുള്ള ഒരു മലയാളത്തിലെ ബോർഡ് കണ്ടപ്പോൾ എൻ്റെ രോമണിച്ചെന്നിനി. ഓരോരുത്തരും ഓരോരോ ഐതിഹ്യം ഉണ്ടെന്നല്ല അറിയാം. അതുപോലെ ഇവിടെ വന്നിട്ട് കല്ലിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ വീട് വെക്കാൻ പറ്റുമെന്നാ പറയാം. അതും കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വ്യൂ പോയിന്റ് പോയി നോക്കിയത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ്, സൂര്യൻ അസ്തമിക്കുന്ന ഓപ്പോസിറ്റാണ്. പോയ പരിപാടി എന്തായാലും വട്ടത്തിലും ത്രികോണത്തിലായ സ്ഥിതിക്ക് ഞാൻ എല്ലായിടം ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ സെമിത്തേരി കാണുന്നത്. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ആടെ ആകെ ഒറ്റക്കള്ളും. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ ആടെ നിന്ന് വെച്ച് പിടിച്ച് താഴോട്ടേക്ക്. കാരണം അവിടെ റേഞ്ചിലെത്തേണ്ട ഊബറും കിട്ടുന്നില്ല. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ നേപ്പാളി ചങ്ങയിനെ കണ്ടത്. സംഭവം ആള് പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ കൊല്ലങ്ങളായിട്ടുള്ളത്, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാനുണ്ട് ഇവിടെ വന്ന് ആടെ കൂടെ നിന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഊബറും വന്ന് നമ്മൾ നേരെ പേർക്കേക്കും വിട്ട്.